ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 2 ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കസിൻ കൊടുത്തയച്ചാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ആദ്യത്തേത്. റൈഡിങ് ജാക്കറ്റ് സ്പിരിറ്റ് ബ്രാൻഡിൻ്റെയാണ്. ഉള്ളിൽ ഒരു തെർമൽ ലെയറുണ്ട്. ഒരു തെർമൽ ലെയർ, കൈക്ക് അകത്തൊരു പോക്കറ്റ്, മൊബൈലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ നല്ലതാണ്. സൈഡിൽ 1, 2 പോക്കറ്റുകൾ, പിന്നെ കൈയുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബട്ടൺസ്. ഇത് ഇലാസ്റ്റിക്കാണ്, അതൊരു നല്ല ഫീച്ചറാണ്. ഇതല്ലെങ്കിൽ വെൽക്രോ ടൈപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ ഇത് സമ്മാനം കിട്ടിയതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി യാതൊരു പരാതിയില്ല. റിസ്റ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വെൽക്രോ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇത് ഭയങ്കര സൗകര്യമാണ്. ഇനി ഇതിൻ്റെ അകത്തെ തെർമൽ ലെയർ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഇങ്ങനെ ഈ തെർമൽ ലെയർ റിമൂവ് ചെയ്യാം. കൈക്കകത്തുള്ള ഇതോടെ ഇങ്ങനെ കുരുക്കും. ഇതിൻ്റെ ഉൾഭാഗത്ത് ഒരു ബട്ടൺസും ഉണ്ട്. അതിൻ്റെ ആം പാർട്ട് ലോക്ക് ചെയ്തേക്കാണ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് വിടുക. ഒന്നല്ല 2 ബട്ടൺസാണ്. ഓപ്പൺ ചെയ്യുക. ഇതിങ്ങനെ ഉരിയെടുക്കുക. അപ്പോൾ ചൂടുള്ള സമയത്ത് നമുക്ക് റൈഡ് ചെയ്യാൻ സുഖമായിരിക്കും. പിന്നെ ഇവിടെ എയർ വെൻറ്റിലേഷനുള്ള ചെറിയ ഹോൾസ് ഉണ്ട്. ബാക്കിൽ നമ്മൾ വീഴ്ചയിലൊന്നും പറ്റാതിരിക്കാനുള്ള സപ്പോർട്ട് നല്ല തിക്കായിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. അതും റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. റിമൂവ് ചെയ്താൽ പിന്നെ റൈഡിങ് ജാക്കറ്റ് കൊണ്ട് കാര്യമില്ല. അതിൻ്റെ പാർട്ട് ഇവിടെ നമുക്ക് ബാക്കിൽ സപ്പോർട്ടിൻ്റെ പ്ലേറ്റ് ചെറുതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അതാണ് റൈഡിങ് ജാക്കറ്റിൻ്റെ വിശേഷം. അടുത്തത് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം. കിട്ടിയ 2 സമ്മാനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. റൈഡിങ് ബൂട്ട്സ് ബ്രാൻഡ് ഡൈനീസ് റേസിംഗ് എക്യുപ്മെൻറ്റ്. നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയ ആക്സസറിയാണ്. കാണാനും നല്ല ലുക്കാണ്. നമ്മളിതുവരെ ഇട്ട് പരീക്ഷിച്ചില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കാം, എങ്ങനെയുണ്ട് സംഗതി എന്നറിയണമല്ലോ. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് റൈഡിങ് ബൂട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിപ്പ് ബാക്കിൽ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ പാഡിങ് ഒന്ന് വലിച്ചു കൊടുത്താൽ കാലതിനകത്ത് സെറ്റായി. ഇനി ലോക്ക് ചെയ്യുക.
ഡ്രംസിൻ്റെയും ബാൻസിൻ്റെയും ഒക്കെ അറ്റം താഴേക്ക് നല്ല ഫിറ്റായിട്ട് ഇരിക്കണം. അപ്പോൾ ഒന്ന് നടന്നു നോക്കാം. ചെറിയ ഡിസ്കംഫർട്ടുണ്ട്, അത് അതൊക്കെ ശീലമാവണം. അപ്പോൾ നമുക്ക് ജാക്കറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ലൂസാണ്. ലോക്ക് ചെയ്ത് ടൈറ്റായിട്ട് ലോക്ക് ചെയ്യുന്നുള്ളൂ. ഫുള്ളി ലോക്കായി. ഇവിടെ ഒരു പാടുണ്ട്. ഷോൾഡറിൽ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പാഡിങ് ഉണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലേറ്റ് പോലൊരു സാധനമുണ്ട്. അപ്പോൾ നമുക്ക് ബൈക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. ഗ്ലൗസ് ആക്ച്വലി ഈ ടൈപ്പ് ഗ്ലൗസ് ചൂട് കുറവാണെങ്കിലും ഇത് ആക്സിഡൻറ്റ് ടൈമിൽ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടില്ല. കാരണം നക്കിൾ പ്രൊട്ടക്ഷൻ ഇല്ല, ജസ്റ്റ് ഒരു ലെയർ ഓഫ് ക്ലോത്തിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നക്കിൾ പ്രൊട്ടക്ഷൻ ഉള്ള ഗ്ലൗസ് ആയിരിക്കണം ലോങ് റൈഡ്സിൽ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വണ്ടി ഒന്ന് എടുത്തു നോക്കാം. ഒരു ആമാ ഹെൽമെറ്റ് എടുക്കും. ഇതാണ് നമ്മുടെ മൈവാഹനം ഹോണ്ട 300. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ പറയുകയാണ്. ഇപ്പോൾ വണ്ടി വന്ന് ഓടിച്ചു നോക്കാം. വെറുതെ ഒന്ന് ഓടിച്ച് നോക്കി. ഒരു 1/2 കിലോമീറ്റർ മാത്രമേ പോയുള്ളൂ. പക്ഷേ ബുദ്ധിമുട്ട് തോന്നിയത് ഈ ഷിഫ്റ്റിങ് കുറച്ച് പ്രയാസമാണ്. അത് നമുക്കൊന്ന് യൂസ്ഡായി വരണം. കാരണം ഇത് കുറച്ച് റിജിഡാണ് ബൂട്ട്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് പെഡലിന് മുകളിലോട്ടും താഴോട്ടും ഉള്ള കാലിൻ്റെ മൂവ്മെൻറ്റ് കുറച്ച് പ്രയാസമായിട്ട് തോന്നി. പക്ഷെ കുറച്ച് ഒഴിച്ച് കഴിയുമ്പോൾ സംഗതി റെഡി ആയിക്കോളും. ബാക്കിയെല്ലാം ഓക്കെ. അപ്പോൾ ഓക്കെ.